Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. കുറച്ച് കുട്ടികളോട് കേട്ടോ. Okay. Yes. Good afternoon. Prayer ആരാണ്? ഞാൻ ചെയ്യാം മിസ്സേ. ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ, ഹൗ ആർ യു? സോറി, ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. Okay, Miss, I will do. Okay. Heavenly Father, as we begin this class, we come to you, Lord, in prayer. We thank you for the opportunity to learn and grow. Help us to focus our minds and open our hearts to the knowledge and wisdom you offer. Guide our thoughts and actions, and may we learn with diligence and grace. Amen. Okay. Thought of the day. ഞാൻ പറയാം മിസ്. ടുഡേ തോട്ട് ഓഫ് എവരി സക്സസ് പേഴ്സൺ ആസ് എ പെയിൻഫുൾ സ്റ്റോറി. എവരി പെയിൻഫുൾ സ്റ്റോറി ആസ് എ successful ending. Accept the pain and get ready for success. The word by APJ Abdul Kalam. Okay. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൈൻ ഇൻ ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലേ? ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ? സൈൻ ഇൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതന്ന് ടീച്ചർ രാധികയോട് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞത് നെക്സ്റ്റ് ക്ലാസ്സിൽ, അല്ല അങ്ങനെയല്ലേ പറഞ്ഞേ? ആ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ആരെങ്കിലും ചെയ്യാനായിട്ട്. അത് രാധിക ചെയ്യണം എന്നായിരുന്നു ടീച്ചർ പറഞ്ഞത് എന്നാണ് ഞാൻ
അത് അടുത്ത കൊല്ലത്തെ ഏതോ ഒരു ക്ലാസ്സുകളായിരുന്നു തോന്നുന്നു. ആണോ? അല്ല മിസ്, രാധികനോട് ചെയ്യാൻ പറഞ്ഞു. ആണോ? രാധികയാണോ? രാധികയുണ്ടോ? രാധിക പ്രസന്റ് ആണോ? ഇല്ല. ഇത് കുറെ ക്ലാസ് ആയാലും കേറിയിട്ടല്ലേ? യെസ് ടീച്ചർ, ഞാൻ ടീച്ചർ ഇപ്പൊ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിരുന്നു. ടീച്ചർ കേട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ആക്ച്വലി ഞാൻ പുറത്തു പോയിരുന്നു, വണ്ടി സൈഡായി പോയി, അപ്പൊ ലേറ്റ് ആയി. ക്ലാസ്സിന്റെ മുമ്പില് എത്ര നീഷ്ടി ഓടി വന്നതായിരുന്നു. അപ്പൊ ഇപ്പോഴാണ് എത്തിയത്. തുടങ്ങുന്നുള്ളൂ നമ്മളെ ക്ലാസ് കേട്ടോ. ഓക്കെ ടീച്ചർ. ടീച്ചർ അന്ന് ആൽഫബറ്റ് പെൻസിൽ ആൽഫബറ്റ് ട്രീ ചെയ്യാൻ പറ്റണ്ടായിരുന്നു, ഞാൻ റെക്കോർഡ് ക്ലാസ് കേട്ടപ്പോ. ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ സമയം പറഞ്ഞിരുന്നോ? ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന്? യെസ് ടീച്ചർ, നെക്സ്റ്റ് ക്ലാസ് എന്നാ പറഞ്ഞത്, ഞാൻ ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഒരു മിനിറ്റ്. കുറച്ചുകൂടി ഒന്ന് പൊക്കി പിടിക്കാം. കുറച്ചുകൂടി. ഓക്കെ. പെൻസിൽ കാണുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. യെസ്, നൈസ്. ഓക്കെ ടീച്ചർ, താങ്ക് യു. അല്ലേ? യെസ്. ഇതന്നെ കാണിക്കൂ. ഹസ്ബൻഡ് പോയോ? യെസ് ടീച്ചർ പോയി, ലാസ്റ്റ് സാറ്റർഡേ പോയി. അപ്പൊ ഞാൻ ഇന്നലെ ആക്ച്വലി എനിക്ക് ബാങ്കിൽ പോകാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ടീച്ചറെ ലാസ്റ്റ് ട്യൂസ്ഡേ കണ്ടിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ടീച്ചറെ കുറെ ആയല്ലോ കാണാത്തത്. അതാണ് ഞാൻ ഇന്ന് പോവാതെ ഇന്നലത്തേക്ക് മാറ്റിവെച്ചത്, ബാങ്കിന്റെ കാര്യം. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടാണോ? എക്സ്ക്യൂസ് മീ മിസ്, ഞാനും ഉണ്ടാക്കി മിസ്സേ, കാണിക്കട്ടെ? ഓക്കെ. യെസ്. ഇത് A4 ഷീറ്റിലാണോ? അതെ. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. യെസ്. വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? മിസ് കാണിക്കാം. വിളിച്ചേ പോവല്ലേ. ഇത് ആരാണ്? സമീര. ഓക്കെ. സമീര നന്നായിട്ടുണ്ട്. ശരിക്കും ട്രീ പോലെ തന്നെ അല്ലേ? ആ കളർ ഷെയ്ഡ് അങ്ങനെ തന്നെ കൊടുത്തു. ഓക്കെ, യെസ്, വെരി ഗുഡ്. അർജുന. ഓക്കെ. അതെന്താണോ താഴെ ഉണ്ടത് അർജുന? ബുക്ക്. താഴെ റൂട്ടായിട്ട് കൊടുത്തിരിക്കുന്ന ബുക്സ് ആണല്ലേ? ഓ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ലൊരു ഐഡിയ. ഇനി ആരാണ്? മഞ്ജുഷ. യെസ് മിസ്. മഞ്ജുഷനെ എവിടെ? കാണുന്നില്ലല്ലോ. കാണുന്നില്ല. ശ്രീ എവിടെ? കാണുന്നില്ല മിസ്. ഇല്ല, ക്യാമറ ഓൺ ചെയ്യൂ. ഓണാക്കിണ്ട് മിസ്. കാണുന്നില്ലല്ലോ. നിങ്ങൾ കാണുന്നുണ്ടോ മഞ്ജുഷനെ? ഇല്ല. ക്യാമറ ഓൺ ചെയ്യൂ. ഇല്ല, ഞങ്ങൾ ആരും കാണുന്നില്ല. ചിലപ്പോ റേഞ്ച് ഇഷ്യൂ ആയിരിക്കും. ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട്, അതാണ്. എന്തോ? വേറെ ആരോ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട്. അല്ല, അയാള് ഓൺ ചെയ്തിട്ടില്ല. മഞ്ജുഷ ക്യാമറ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് മിസ്. ഇപ്പോൾ ഓണായി. ഓക്കെ. എവിടെ? കാണുന്നില്ലടോ. വലിയ തടിയുള്ള മരം, ചെറിയ ചെറിയ ചില്ലകൾ അല്ലേ? കൊള്ളാം. കണ്ണൊക്കെ വരച്ചിട്ടുണ്ട്. സൂക്ഷിച്ചോണ്ട് നമുക്ക് കുട്ടികളെ കാണിക്കാനും വേണം. ഓക്കെ മിസ്. താങ്ക് യു. നെക്സ്റ്റ് ആരാണ്? വേറെ ആരാ വരച്ചിരിക്കുന്നേ? ഞാൻ ചെയ്തിട്ടുണ്ട് മിസ്. അയനാ. സൂപ്പർ.
ഓക്കെ അന. എല്ലാവർക്കും ഒന്ന് ഫേസ് ഒന്ന് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണ് ഇത്ര വിഷമം നിങ്ങൾക്ക് കാണിക്കാൻ? ഭയങ്കര ചമ്മൽ നാളാം. എന്തിനാണ്? നമ്മുടെ ക്ലാസ്സല്ലേ, നമ്മളല്ലേ കാണുള്ളൂ. പിന്നെന്താണ് വേറെ ആരാണ് ചെയ്തിരിക്കുന്നത്? ഫാത്തിമ നോക്കട്ടെ കേട്ടോ ഫാത്തിമ. ആഹാ കേട്ടോ, ലീഫൊക്കെ ഒരു കണ്ണ് പോലെ ഇരിക്കുന്നുണ്ട്. വ്യത്യാസം എഴുതിയിട്ടില്ല അതില്? എഴുതിയിട്ടുണ്ട്. ഓക്കെ എന്നല്ലോ കൊള്ളാം. ഓക്കെ പിന്നെ അന്ന് പറഞ്ഞ ബട്ടൺ ആർട്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ബട്ടൺ ആർട്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ട് അന്ന് പറഞ്ഞില്ലേ? ല്ലേ? ആ നോക്കട്ടെ കേട്ടോ. ചെയ്യാൻ പറ്റിയോ നിങ്ങക്ക്? എന്താ ഫാത്തിമ കാണുന്നില്ല. കാണുന്നില്ലേ? ക്യാമറ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത്. ഇപ്പൊ കാണുന്നുണ്ടായിരുന്നു ടീച്ചർ, ഫസ്റ്റ് കാണുന്നുണ്ടായിരുന്നു കാണിച്ചപ്പോ. കാണുമായിരുന്നു, പക്ഷെ ഞാൻ പിൻ ചെയ്തപ്പോ കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ ഓക്കെ ആയോ? ഇല്ല, ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്യും. ക്യാമറ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത്. ഓഫ് ചെയ്ത് ഓൺ ചെയ്തു. കാണുന്നില്ലടോ. ഞാൻ ലെഫ്റ്റ് ആയിട്ട് കയറി നോക്കാം. ആ ബട്ടൺസ് വെച്ച് ആരെങ്കിലും ചെയ്തിരുന്നോ? വേറെ ആരെങ്കിലും? ടീച്ചർ ഏപ്രിൽ 4 പറഞ്ഞത്. ഏപ്രിൽ 4 പറഞ്ഞത്. ഒരു ശരിയാണ്, ഞാൻ അതിനാണ് ഡേറ്റ് പറഞ്ഞത്. ഫാത്തിമ ഡേറ്റ് ആണോ? ഓക്കെ, പിൻ ചെയ്യുമ്പോഴാണ് കാണാത്തെ. പക്ഷെ നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ടീച്ചർ, നമ്മൾക്ക് കാണുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട് മിസ്. മറ്റല്ലേ കേട്ടോ, നോക്കട്ടെ. ശരിക്കും ഒന്ന് കുറച്ച് പിടിച്ചിടും, കുറച്ചുകൂടി മുകളിലേക്ക് ആക്കി. ചട്ടി നോക്കരുത് കേട്ടോ. ഞങ്ങൾക്ക് നന്നായി കാണാൻ പറ്റുന്നുണ്ട് മിസ്സേ. ചട്ടി നോക്കണ്ട. ഫ്ലവർ വേസ് അല്ലേ ഉദ്ദേശിച്ചിരിക്കുന്നേ? ഫ്ലവർ വേസ് നോക്കണ്ട, പൂവ് മാത്രം. താഴെ ഫ്ലവർ വേസിൽ ഒട്ടിക്കായിരുന്നല്ലോ. കുഴപ്പമില്ല, പറഞ്ഞോളൂ കേട്ടോ. അതിന് കുറെ ബട്ടൺസ് വേണമല്ലോ തന്നെ, അല്ലാതെ അറേഞ്ച് ചെയ്യുമ്പോ കറക്റ്റ് ഷേപ്പ് കിട്ടണില്ല. ഞാൻ ആദ്യം വെച്ച് നോക്കി, അപ്പൊ ഷേപ്പ് കിട്ടണില്ല. വെച്ച് നോക്കിയതിന് ശേഷമാണ് ഒട്ടിച്ചത്. നന്നായിട്ടില്ല കേട്ടോ. മിസ് ഞാനൊരു ബട്ടർഫ്ലൈയിലാണ് ചെയ്തത്, പക്ഷെ അത് ശരിയായോ എന്നറിയല. എവിടെ കാണാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ് പോലെ അൺപിൻ ചെയ്യുമ്പോഴാണ്. പിൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും, അതൊന്നാണ് ഞാൻ പിൻ ചെയ്യുന്നേ. ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ ആണെന്ന് തോന്നുന്നല്ലോ. ഓക്കെ, ബട്ടർഫ്ലൈ ഇതല്ലേ അതെ, ചെയ്തല്ലോ, സന്തോഷം. താങ്ക് യു. വേറെ ബാക്കിയുള്ളവര് ടൈം എടുത്ത് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, അതിന് മുമ്പ് കാണിച്ചെന്ന് വെച്ചിട്ടോ. സമയം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. എനിക്ക് ആ ടൈമിൽ ചിലപ്പോൾ ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. എനിക്ക് എക്സാമിന്റെ ടൈം, അതാ ഞാൻ നേരത്തെ ചെയ്ത് വെച്ച. ഫാത്തിമയുടെ നല്ല എംബ്രോയിഡറി വർക്ക് പോലെ ഉണ്ട്. നമ്മള് ഡ്രസ്സിലൊക്കെ ചെയ്യില്ല, എംബ്രോയിഡറി വർക്ക് പോലെ ഉണ്ടായിരുന്നു ബട്ടൺ കാണുന്നത്. അതെ, എല്ലാവരും നല്ല കലാകാരന്മാരാണ്, കലാകാരികളാണ് കേട്ടോ. അല്ലാതെ നമ്മൾ മോണ്ടിസോറി തിരഞ്ഞെടുക്കില്ല അല്ലേ? യെസ്. നമ്മള് ആക്ടിവിറ്റി കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നോ? ഏത് ആക്ടിവിറ്റിയാണ് ടീച്ചർ? ഒരു ഇമാജിനറി ആക്ടിവിറ്റി, ഒരു ഹാപ്പിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിരുന്നോ ക്ലാസ്സില്? ഈ 2 ആക്ടിവിറ്റി അല്ലേ പറഞ്ഞുള്ളൂ? അതല്ല, ലൈവ് സെഷൻ ആണ്, നമ്മൾ ഓൺ ക്ലാസ്സിൽ നടത്താനാണ്. ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് അത് ചെയ്യാം നമുക്ക് കേട്ടോ.
എഡ്യൂക്കേഷൻ സൈക്കോളജി ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ആക്ടിവിറ്റി ചെയ്യാം. എല്ലാ ക്ലാസ്സിലും ചെയ്തു, നിങ്ങൾ മാത്രം ചെയ്യാനായിട്ട്. ചെയ്തിരുന്നു മിസ്. ഓരോരുത്തരുടെ ഏതാ? ലൈഫ് ചെയ്തിരുന്നു. ലൈഫിലുണ്ടായ ഹാപ്പിയസ്റ്റ് മൊമെന്റ് പറയാനായിരുന്നു. മാധവോട് ചെയ്തിരുന്നോ നമ്മള്? ചെയ്തിരുന്നല്ലോ. എല്ലാവരും ചെയ്തായിരുന്നോ? പറയാത്തവരുണ്ടാവില്ലേ? അത് നമ്മൾ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് മാത്രമല്ല അന്ന് സംസാരിച്ചത്, നിങ്ങളെ പറ്റി പറയാനല്ലേ പറഞ്ഞത് അന്ന്? അതെ അതെ. അങ്ങനെയായിരുന്നു. ഹാപ്പിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞതൊരു ഇമാജിനറി ആക്ടിവിറ്റി ആണ്. നിങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായ ഫീലിങ്സ് എന്തൊക്കെയാണ്, അതെങ്ങനെ ഇപ്പോഴത്തെ രീതിയിൽ നിങ്ങൾ എക്സ്പ്രസീവ് ആയിട്ട് ക്ലാസ്സിൽ അത് അവതരിപ്പിക്കാൻ പറ്റും, അതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് പറയാം. യെസ്, യൂണിറ്റ് 7 ആണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. ഇപ്പം ഇനി ചാപ്റ്റർ 10 കൂടി എടുക്കാനുള്ളൂ ഈ പാർട്ട് 2 അല്ലേ? എഡ്യൂക്കേഷൻ സൈക്കോളജിയും ഇൻഡിവിജ്വൽ ഡിഫറൻസ് മാത്രമല്ലേ ഇനി എടുക്കാനുള്ളൂ? ബാക്കിയൊക്കെ മറ്റു ടീച്ചേഴ്സ് എടുത്തില്ലേ? Yes, miss. യെസ്, ഓക്കെ. ഓക്കെ, എഡ്യൂക്കേഷൻ സൈക്കോളജി എന്താണ്? എഡ്യൂക്കേഷൻ സൈക്കോളജി അഥവാ വിദ്യാഭ്യാസ മനഃശാസ്ത്രം. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ സൈക്കോളജി എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ടാണ്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പറട്ടെ. എന്താ ചോദിച്ചത്? ക്വസ്റ്റ്യൻ ശരിക്കും കേട്ടില്ല. എഡ്യൂക്കേഷൻ സൈക്കോളജി ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് പഠിക്കുന്നതിന്. ടീച്ചർ, ഡെഫിനറ്റ്ലി. അല്ലേ? എന്തുകൊണ്ടാണ്? അത് ഓരോ കുട്ടിയും വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പൊ അവരുടെ കഴിവിനനുസരിച്ചിട്ടും അവരുടെ എന്താ പറയാ ഇത് കഴിവ് കുറവുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ സൈക്കോളജി അത്യാവശ്യം തന്നെയാണ്. എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി നോക്കാം. അവിടെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഡെഫിനേഷൻ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. Education psychology is the application of psychological findings in the field of education. It is a systematic study of the development of the individual within the education setting. Education psychology is the application of psychological findings in the field of education. എന്താണ് അപ്പൊ വിദ്യാഭ്യാസ മനഃശാസ്ത്രം നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണ്? അതായത് വിദ്യാഭ്യാസ മേഖലകളിലെ മനഃശാസ്ത്രപരമായിട്ടുള്ള കണ്ടെത്തലുകളുടെ ഒരു പ്രയോഗത്തെയാണ് നമ്മൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഇസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ഡെവലപ്മെന്റ്. അതൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ആണ് അല്ലെ? സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ഡെവലപ്മെന്റ്. ആരുടെ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ്? ഡെവലപ്മെന്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ വിത്തിൻ ദ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ്. അതായത് ഒരു വിദ്യാഭ്യാസ സാഹചര്യത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ക്രമീകരണത്തിനുള്ളിലെ വ്യക്തിയുടെ വികാസത്തെ കുറിച്ചിട്ടുള്ള ഒരു ചിട്ടയായിട്ടുള്ള ഒരു പഠനമാണ് എന്ത്? എഡ്യൂക്കേഷണൽ സൈക്കോളജി. അതായത് ഒരു കുട്ടിയുടെ ആ ഡെവലപ്മെന്റ്സ് അല്ലെ, ഒരു വ്യക്തിയുടെ ആ വിദ്യാഭ്യാസ ചരിത്രത്തിൽ അവനിലുണ്ടാകുന്ന ആ ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ വികസനത്തിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പഠനമാണ്, അവനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് എന്ത്? എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. അത് പലതരം കണ്ടെത്തലുകളാണ് അവിടെ അല്ലെ? എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ മനഃശാസ്ത്രങ്ങൾ പല ടൈപ്പിലുള്ള കണ്ടെത്തലുകൾ വരുന്നുണ്ട്. വിദ്യാഭ്യാസ സാഹചര്യങ്ങളില് പല കണ്ടെത്തലുകൾ, പലതരത്തിലുള്ള ഡിസ്കവറി മെത്തേഡ്സുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഓരോ തിയറീസ് അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി. ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. ആരെ കുറിച്ച്? ഏത് സാഹചര്യത്തെ കുറിച്ച്? സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ വിത്തിൻ ദ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ്. എന്താണ്? വിദ്യാഭ്യാസ ക്രമീകരണത്തിനുള്ളിലെ വ്യക്തിയുടെ വികസനത്തെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അഥവാ എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഓക്കെ, യെസ്. ഇവിടെ ചാൾസ് ഇ സ്കിന്നർ ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. അത്
സെക്കൻഡ് ലൈനിൽ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിക്കൂ. എന്താണ് അദ്ദേഹം പറയുന്നത്? സ്കിന്നർ എന്നാണ് കേട്ടോ. SKINNER. ഉണ്ട് അവിടെ. സ്കിന്നർ, SKINNER. അക്കോർഡിംഗ് ടു ചാൾസ് ഇ സ്കിന്നർ, അദ്ദേഹം എന്താണ് പറയുന്നത്? എഡ്യൂക്കേഷൻ സൈക്കോളജി ഡീൽസ് വിത്ത് ദ ബിഹേവിയർ ഓഫ് human beings in educational situations. അദ്ദേഹം എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയെ ഡിഫൈൻ ചെയ്യുന്നത്? എങ്ങനെയാണ്? PDF നമ്മൾ പോയതാണ്. Yes. Education psychology deals with the behavior of human beings in educational situation. എന്താണ് അദ്ദേഹം പറയുന്നത്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസ സാഹചര്യങ്ങളിൽ മനുഷ്യന്റെ പെരുമാറ്റത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു പഠനമായിട്ടാണ് സ്കിന്നർ അതിനെ വിലയിരുത്തുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. ഇതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി ഡീൽസ്. അതെന്താണ് ഡീൽ ചെയ്യുന്നത്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണെന്നാണ് അദ്ദേഹം പറയുന്നത്? ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസ്. എന്താണ്? അതായത് വിദ്യാഭ്യാസ സാഹചര്യങ്ങളിൽ മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. ഒരു വിദ്യാഭ്യാസ സാഹചര്യത്തിൽ ഒരു കുട്ടി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എന്തൊക്കെ ആക്ടിവിറ്റീസ് അവൻ ചെയ്യുന്നു, ഏത് രീതിയിൽ ഇടപഴകുന്നു എന്നെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നാണ് ഈ സ്കിന്നർ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, ആ ഡെഫിനേഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. എഡ്യൂക്കേഷൻ സൈക്കോളജി deals with the behavior of human beings in education situations. എഴുതിയോ? അല്ല, അണ്ടർലൈൻ ചെയ്തോ? Yes, teacher. Yes. ഇനി നിങ്ങൾ അവിടെ തന്നെ ഒരെണ്ണം കൂടി നോട്ട് ചെയ്തോളൂ. ഒരു ഡെഫിനിഷൻ പോലെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഞാൻ പറയാം. It is the scientific study of അല്ലെങ്കിൽ education psychology is the scientific study of educational psychology is the scientific study of educational psychology is the scientific study of human behavior in educational situation. Human behavior in educational situations. Human behavior in educational situations. It is a study of education psychology is a scientific study of human behavior in educational situations. എന്താണ് അത് പറയുന്നത്? ആ ഡെഫിനിഷൻ എന്താണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ? എഡ്യൂക്കേഷണൽ സിറ്റുവേഷൻസിൽ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചുള്ള സയന്റിഫിക് സ്റ്റഡിയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി.
ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ ഡെഫിനിഷൻ? മനസ്സിലായോ എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞാല്? മനസ്സിലായി മിസ്സേ. യെസ്. Then second ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്യാം. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത്. ഇപ്പൊ ഇതിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൺസേൺ ചെയ്യുന്നത് അതാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്യാം, എക്സ്ട്രാ നോട്ടാണത്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് these factors. These factors എഴുതിയിട്ട് ഒരു കോമ ഇടാം കേട്ടോ. It is concerned, CONCERNED, concerned with these factor. What, miss? Excuse me, I didn't understand. What factor, miss? These എന്നുള്ളത് താഴെ കൊടുത്തിരിക്കുന്നതാണ്, താഴെ പറയാൻ പോകുന്നുള്ളൂ നമ്മള്. Oh, these factors. Thank you. THESE. Okay. It is concerned with these factors, comma. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്? Principles, comma, principles, 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 comma, techniques, principles, comma, techniques, which relate to the WHICH, relate to the relate, RELATE, relate എന്ന് പറയുന്നത് നമ്മള് relate to the various aspects of various, VARIOUS, various aspects of, ASPECTS, aspects of, various aspects of, എത്ര എഴുതിയോ? Yes, teacher. Various aspects of a child's, CHILD, കേട്ടോ. A child's കേട്ടോ. Child's growth and development. ഒന്നുകൂടി പറയാം, നോക്കാട്ടോ. It is concerned with these factors, principles, comma വേണ്ട, principles and techniques എന്നാക്കാം കേട്ടോ. Principles and techniques എന്നാക്കാം. Principles and techniques which relate to the various aspects of a child's growth and development. അപ്പൊ എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി കൺസേൺ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു കുട്ടിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസും ടെക്നിക്സും. യെസ്, വെരി ഗുഡ്. അല്ലെ, ഒരു കുട്ടിയിൽ ഉണ്ടാവുന്ന ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ വിവിധ തരത്തിലുള്ള പ്രിൻസിപ്പിൾസ്, ടെക്നിക്സ് ഒക്കെയാണ് അതിൽ ഡീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മള് ഈ എഡ്യൂക്കേഷൻ സൈക്കോളജി എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ പല രീതിയിലുള്ള ഡെഫിനേഷൻസ് കൊടുക്കുന്നുണ്ട്. അത് ഇന്നതിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്, അത് ഇന്നതിനുമായി ബന്ധപ്പെട്ട് വരുന്നു, അങ്ങനെ പല ഡെഫിനേഷൻസ് കാണാം. പലരും പല രീതിയിലാണ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ പലരുടെയും കണ്ടെത്തലുകളിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി നിർവചിക്കപ്പെടുമ്പോൾ അത് അവരുടേതായ ആസ്പെക്ട്സ് ചിന്തിക്കുമ്പോൾ അതിനെന്താണ് പല വഴികളുടെ പല ആംഗിളിലൂടെയാണ് പല സൈക്കോളജിസ്റ്റുകളും നോക്കി കാണുന്നത് അല്ലെ.
അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അത് പല രീതിയിലാണ് അവര് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡെഫിനിഷൻ നമ്മൾ എന്താ പറയുന്നത്, നിർവചനം അല്ലേ, നിർവചനം തന്നെ മലയാളത്തിൽ പറയുന്നത്. യെസ് ടീച്ചർ. യെസ്, അത് നിർവചിക്കപ്പെടുമ്പോ എന്താണ്, അവരതിന്റെ കണ്ടന്റ് കറക്റ്റ് ആയിട്ടൊരു കണ്ടന്റ് ആഴത്തിൽ പരീക്ഷിച്ചറിഞ്ഞ് എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്നതിലെ കൃത്യമായ ഒരു പഠനം അവർ നടത്തുന്നു അല്ലെ. എന്തിനെ കുറിച്ചിട്ടാണ് ഇപ്പോഴും ആൾക്കാർ ഇപ്പോഴും സൈക്കോളജിസ്റ്റ് അതിലുമായി ബന്ധപ്പെട്ട് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണത്. നമ്മൾ ആദ്യം നിങ്ങള് സൈക്കോളജി എന്നൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് ഇതില്, സൈക്കോളജി 5th ചാപ്റ്റർ. യെസ് ടീച്ചർ, പഠിച്ചു. നമ്മള് അപ്പൊ അതിൽ 4 രീതിയിലാണ് എന്താണ് സൈക്കോളജി എന്നതിനെ കുറിച്ചുള്ള പഠനമെന്ന് നമ്മൾ ആദ്യം പഠിച്ചു അല്ലെ. ആദ്യം പറഞ്ഞു എന്തിനെ കുറിച്ചുള്ള പഠനത്തിനെന്ന് പറഞ്ഞു, മൈൻഡിനെ കുറിച്ച്, പിന്നെ അല്ല ബിഹേവിയറിനെ, പിന്നെ അതല്ല സോളിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്. അങ്ങനെ പലവരും പല രീതിയിലാണ് അത് കണ്ടെത്തിയത്. പിന്നീടാണത് എന്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണെന്ന് പറഞ്ഞത്, സൈക്കോളജി ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. യെസ്, മനുഷ്യന്റെ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് സൈക്കോളജി എന്ന് നിർവചിക്കപ്പെട്ടു. അതേപോലെ ഇപ്പോഴും എന്താണ്, എഡ്യൂക്കേഷൻ സൈക്കോളജിക്ക് പല രീതിയിലുള്ള നിർവചനങ്ങൾ, നമുക്കിപ്പോ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് പല ഡെഫിനിഷൻസ് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും എളുപ്പമുള്ളതാണ് നമുക്ക് പഠിക്കാൻ വന്നിരിക്കുന്നത്. സ്കിന്നറുടെ ഡെഫിനിഷൻ ഒക്കെ ഒരെണ്ണം പഠിച്ചു വെക്കണം കേട്ടോ. യെസ്, അപ്പൊ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് നമ്മൾ അർത്ഥവത്തായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് ടീച്ചറെ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് ചോദിച്ചാല് മിണ്ടാതിരിക്കേണ്ട യാതൊരു അവസ്ഥയും നമുക്ക് ഉണ്ടാവരുത്. അതിന് തക്കതായ രീതിയിൽ മറുപടി പറയാൻ, എന്തുകൊണ്ടാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കുന്നതെന്ന് നമുക്ക് ഈ ലാസ്റ്റ് ചാപ്റ്റർ തീരുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നമ്മൾ ഈ പഠിക്കുന്നതിന്റെയൊക്കെ എല്ലാത്തിന്റെയും ഒരു മെയിൻ കണ്ടന്റ് ആണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. നമ്മൾ മറ്റ് ചാപ്റ്റേഴ്സുകൾ പഠിക്കുന്നുണ്ട് അല്ലെ, ഒരുപാട് ടെക്നിക്സ് മെത്തേഡ് ഒക്കെ പഠിക്കുന്നുണ്ട്. അതിന്റെ ഒരു സാരാംശം എന്ന് പറയില്ലേ, ഇതിന്റെ മെയിൻ കഴമ്പ് എന്നൊക്കെ പറയില്ല നമ്മളാ, അത് ഇതിൽ നിന്നാണ് ആ കഴമ്പുണ്ടായിരിക്കുന്നത്. അപ്പൊ ഇത് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ കുറിച്ച് അറിയാത്തൊരു അധ്യാപകന് കുട്ടികളെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസിൽ നമുക്ക് ബിഹേവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, എന്നിരുന്നാലും നമ്മള് ഒരു എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ് എന്താണെന്ന് അറിയണം, ചൈൽഡ് സൈക്കോളജി എന്താണെന്ന് അറിയണം, ഡെവലപ്മെന്റൽ സൈക്കോളജി എന്താണെന്ന് അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രായോഗികമായ രീതിയിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ട് നമുക്കൊരു സ്കൂൾ അന്തരീക്ഷത്തിൽ ഒരു ക്ലാസ് മുറി അല്ലെങ്കിൽ കുട്ടികളെ ലീഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, യെസ്, ജസ്റ്റ് ഇതൊരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് പറഞ്ഞത്. മനസ്സിലായോ? പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ മനസ്സിലായോ? മിസ്സായി. യെസ്. ഇനി ഇവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. Thus, education psychology is a behavioral science with 2 main references. എന്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തില് എന്താണ് 2 മെയിൻ റെഫറൻസസിന്റെ ഭാഗമായിട്ടാണ്. 2 മെയിൻ റെഫറൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? ഒന്ന് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എഡ്യൂക്കേഷൻ. എന്താണ്? അതായത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം 2 പ്രധാന റെഫറൻസുകളുടെ പെരുമാറ്റ ശാസ്ത്രം. അതിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ആ 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന് ഹ്യൂമൻ ബിഹേവിയർ ആണ് അല്ലെ, ഒന്ന് മനുഷ്യന്റെ സ്വഭാവവും അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വഭാവം, അല്ലെങ്കിൽ രണ്ടാമത്തേത് എന്താണ്? എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. ഇത് 2ഉം തമ്മിലുള്ള ഇന്റർ കണക്ഷൻ ആണ് ശരിക്കും എന്ത് പറഞ്ഞാല് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് അല്ലെ. മനുഷ്യന്റെ ഒരു വിദ്യാഭ്യാസ സാഹചര്യത്തിൽ മനുഷ്യൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഒരു കുട്ടി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് എന്ത്? എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഓക്കെ, ഇച്ചിരി ഡ്രൈ ചാപ്റ്റർ ആണ്, പക്ഷെ നമുക്കത് പഠിച്ചേ പറ്റും കേട്ടോ. പക്ഷെ ഇച്ചിരി ലെങ്ത് ഉള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, എന്താണ് നിങ്ങൾ ടീച്ചേഴ്സ് ആവാൻ പോകുന്നത്, നമുക്കിത് പഠിച്ചതിന് പറ്റുള്ളൂ അല്ലെ. അപ്പൊ 2 പോയിന്റ് ഇമ്പോർട്ടൻസ് ആണ്. താഴെ കൊണ്ടിരുന്ന പോയിന്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് എയിംസ് ടു പ്രൊഡ്യൂസ് അട്രാക്റ്റീവ് ചേഞ്ചസ് ഇൻ എ ചൈൽഡ് ഫോർ ദ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ഹിസ് പേഴ്സണാലിറ്റി. അതായത് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എഡ്യൂക്കേഷൻ, അത് തമ്മിൽ എന്താണ് അതിന്റെ എയിം എന്ന് പറയുന്നത്? ഇറ്റ് എയിംസ് ടു പ്രൊഡ്യൂസ് അട്രാക്റ്റീവ് ചേഞ്ചസ്. അട്രാക്റ്റീവ് ചേഞ്ചസ് അതിലുണ്ടാവണം in a child for the all-round development of this personality. എന്താണ്? അതായത് ഒരു കുട്ടിയുടെ സമഗ്രമായ വികസനം അല്ലെ. ഒരു കുട്ടിയില് വിദ്യാഭ്യാസ മനഃശാസ്ത്രം കൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, കുട്ടിയിൽ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടാവണം അല്ലെ. ഇപ്പോ
ഒരു കുട്ടിയില് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നു നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഒരു എഡ്യൂക്കേഷൻ സാഹചര്യത്തില്? ഓൾറൗണ്ട് ഡെവലപ്മെന്റിലേക്ക് അവൻ എത്തിച്ചേർന്നു എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്? എപ്പോഴായിരിക്കും മനസ്സിലാവുന്ന ഒരു ഉദാഹരണം എങ്ങനെ പറയാൻ പറ്റും നമുക്ക്? നമുക്ക് KG സെക്ഷനിൽ നിന്ന് തുടങ്ങാം. KG സെക്ഷനിലെ കുഞ്ഞ് എന്താണ് ആദ്യം എന്താ പഠിക്കുന്നത്? കുഞ്ഞ് ആക്ഷൻസ് അല്ലെങ്കിൽ സൗണ്ട്സ് അല്ലെ, ആൽഫബറ്റ്സ് ഒക്കെ പഠിച്ചു വരുന്നുള്ളൂ. അപ്പൊ ആ ഒരു സമയത്ത് എന്താണ്, ആ സമയത്ത് ആ KG സെക്ഷൻ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് കുട്ടിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ചേഞ്ചസ് മാത്രമേ നമുക്ക് ചെറിയ ചെറിയ മൈനസ് പോയിന്റ്സുകൾ മാത്രമേ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. പിന്നീട് അപ്പൊ KG സെക്ഷനിലാണ് കുഞ്ഞിന്റെ ആ ഒരു ചെറിയ ബിഹേവിയറിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തത്. ദെൻ മുതിർന്ന ക്ലാസ്സുകളിലേക്ക് എത്തി, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്തി, കുട്ടിയിൽ എന്ത് ഡെവലപ്മെന്റ് ഉണ്ടായി? ഇപ്പോഴും കുഞ്ഞ് ആൽഫബറ്റ്സ് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, സെന്റൻസുകൾ പഠിക്കാൻ തുടങ്ങി, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. വൊക്കാബുലറീസ് ഇൻക്രീസ് ചെയ്തു അല്ലെ, വേർഡ്സ് ഫ്ലുവന്റ് ആയിട്ടൊക്കെ പറയാനായിട്ട് കുഞ്ഞാൻ വെച്ചു. അവിടെയും ഡെവലപ്മെന്റ് ഉണ്ടായി. അത് ഏത് സാഹചര്യത്തിലാണ് ഡെവലപ്മെന്റ് ഉണ്ടായത്? എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലാണ്, വിദ്യാഭ്യാസ സാഹചര്യത്തിനുള്ളിലാണ് പിന്നീട് എന്തുണ്ടായത്? ഡെവലപ്മെന്റ്, വികസനം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ കുഞ്ഞ് ഓരോ തലങ്ങൾ, ഓരോ ക്ലാസ് കണ്ടിന്യൂ ചെയ്തു പോകുന്നതിനനുസരിച്ച് ഒരു 10th സ്റ്റാൻഡേർഡ് എത്തുന്നത് വരെ എന്താണ്, ഒരു വിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് കുട്ടി കൈവരിക്കുകയാണ് അല്ലെ. ഒരു 15 വയസ്സോടെ എത്തുന്ന സമയത്ത് അല്ലെ, ഒരു 10ാം ക്ലാസ് അല്ലെ, 15 വയസ്സ് എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് അല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഏജ് എത്തുന്ന സമയത്ത് കുട്ടികൾ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവുന്നു? എല്ലാ തരത്തിലുള്ള ചേഞ്ചസും വരുന്നു അല്ലെ. എങ്ങനെയാണ് ആ ചേഞ്ചസ് ഉണ്ടായത്? ഇങ്ങനെ ഉണ്ടായതാണ് എന്ത് സാഹചര്യത്തിൽ നിന്നാണ് കുട്ടിക്ക് ഡെവലപ്മെന്റ്സ് ഉണ്ടായത്? ഏത് സാഹചര്യത്തിൽ നിന്നാണ്? വിദ്യാഭ്യാസ സാഹചര്യത്തിൽ, എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസിൽ ഉണ്ടായ മാറ്റങ്ങളാണ്. KG സ്റ്റാൻഡേർഡ് മുതൽ 10th വരെ അല്ലെ, 10th വരെ അവൻ ഏതൊരു ചട്ടക്കൂടിനുള്ളിലായിരുന്നു? ഒരു എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിന്റെ ഉള്ളിലായിരുന്നു കുട്ടി അല്ലെ. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കുഞ്ഞു കുട്ടി മുതൽ ആ ഒരു 10th, ഒരു 15 വയസ്സ് വരെയുള്ള ആ ഒരു സാഹചര്യം നമുക്ക് അവിടെ വരെ പറയാം. മറ്റേജ് പറയുന്നില്ല. 15 വരെയുള്ള സാഹചര്യത്തില് കുട്ടിയിൽ ഉണ്ടാകുന്ന എല്ലാ ബിഹേവിയറിലും, എല്ലാ ആസ്പെക്ട്സിലും ഉണ്ടാകുന്ന എല്ലാ മാറ്റത്തിന്റെയും കാരണം എന്താണ്? എഡ്യൂക്കേഷൻ സൈക്കോളജി തന്നെയാണ്. കുട്ടി തന്നെ വിദ്യാഭ്യാസ സാഹചര്യത്തിൽ പഠിച്ചതും പഠിക്കാനിരിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അവനിലുണ്ടായ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് ഒക്കെയാണ് ആ കുട്ടിയെ അവിടം വരെ എത്തിച്ചത്. ഓക്കെ, നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ. നമ്മൾ കുഞ്ഞുനാളിൽ എങ്ങനെയൊക്കെ ചെയ്തു, പിന്നീട് ഒരു സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ഡെവലപ്മെന്റ്സ് നമ്മളിൽ ഉണ്ടായി അല്ലെ. ഒരുപാട്, അതായത് പേഴ്സണാലിറ്റിയിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുള്ള, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ലേ നമുക്കൊരു അടിത്തറ പാകിയത്. എല്ലാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കൂ അല്ലേ. അതെ, നമ്മൾ ഇവിടെ നിന്ന് എത്താനുള്ള ഒരു കാര്യം നമ്മൾ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ മുന്നോട്ട് ഓരോ വിദ്യാഭ്യാസ സാഹചര്യങ്ങളിലൂടെ വളർന്നു വന്നവരാണ് അല്ലേ. 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 10th, +2, ഡിഗ്രി, PG, അങ്ങനെ ഇതെല്ലാം. അപ്പോൾ ഒരു മനുഷ്യന് ഒരു ലൈഫ് ലോങ് സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ എന്താണ്, ഒരു വിദ്യാഭ്യാസ സാഹചര്യമാണ് ഒരു പേഴ്സണെ കംപ്ലീറ്റഡ് ആയിട്ട് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ. ചിന്തിച്ചു നോക്കൂ, വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ് അത്. നമ്മളത് അറിയുന്നില്ല. ഇതിൽ നിന്ന് നമ്മളിങ്ങനെ മൗൾഡ് ചെയ്ത് ഇങ്ങനെ പരിപോഷിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഒരാളുടെ പെരുമാറ്റത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഇടം എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റംസ് തന്നെയാണ്. എല്ലാവരും ഡെവലപ്ഡ് ആയിരുന്നു. നമുക്കൊക്കെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് തന്നെയാണ്. അവരാണ് അല്ലെ, ശരിക്കും പറഞ്ഞ ടീച്ചേഴ്സ് ആണ് നമ്മുടെയൊക്കെ ഒരു പെരുമാറ്റത്തിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്സിന് ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ട് തന്നിരുന്നത്. ഇപ്പൊ ഒരു മോശമായ ബിഹേവിയർ ഒരു കുട്ടി ക്ലാസ്സിൽ കാണിച്ചെന്ന് വിചാരിക്കാം, ടീച്ചർ അത് പ്രൊമോട്ട് ചെയ്യോ? സപ്പോർട്ട് ചെയ്ത് കൊടുക്കോ? ഇല്ല, ഒരിക്കലും ചെയ്യില്ല. ടീച്ചർ എന്ത് ചെയ്യുന്നു? അവനെ കൊണ്ട് പിന്നീട് അത് ചെയ്യിപ്പിക്കാതിരിക്കാനുള്ള പല രീതിയിലുള്ള ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നു, കാണിച്ചു കൊടുക്കുന്നു, പല രീതിയിൽ ശാസിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, പല രീതിയിൽ പറഞ്ഞ് കുട്ടി അതിൽ നിന്ന് മാറ്റാൻ. അവിടെ അപ്പൊ അവിടെ എന്തുണ്ടായി? അവന്റെ ആ ബാഡ് ഹാബിറ്റ് അവന് പിന്നീട് അങ്ങോട്ട് മുതിർന്ന ക്ലാസ്സിലേക്ക് പോകുന്നതിനനുസരിച്ച് ആ ബാഡ് ഹാബിറ്റ് പോയി. അപ്പൊ എന്താണ്? നല്ല ക്വാളിറ്റീസ് ആണ് അവിടെ ഉണ്ടാവുന്നത് അല്ലെ. നമ്മളുടെ മോശമായ ബിഹേവിയറൊക്കെ പുറത്തറിയിക്കുന്ന നല്ല ഹാബിറ്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനും ഒരു എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലൂടെ നമുക്ക് സാധിക്കുന്നു. നമ്മുടെ എല്ലാ അധ്യാപകരും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. നമ്മളങ്ങനെ പറയാറില്ലേ, നമ്മുടെ അധ്യാപകർ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മളെന്തെങ്കിലും ഇപ്പൊ ടീച്ചേഴ്സ് എന്തെങ്കിലും
ഇപ്പൊ എന്താ ഷൗട്ടിങ് പറഞ്ഞെന്നിരിക്കട്ടെ, പിന്നീട് അത് നമുക്ക് ആ ഷൗട്ടിങ് പിന്നീട് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുള്ളൂ. പിന്നീട് ആ സമയത്ത് നമുക്കത് തോന്നില്ല, ടീച്ചർ എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ എന്ന് തോന്നും. പക്ഷെ ടീച്ചർ പറഞ്ഞതിന്റെ ഉള്ളിൽ ഒരു പൊരുളുണ്ടാവും. എപ്പോഴെങ്കിലും നമ്മൾ ആ സിറ്റുവേഷൻ എത്തിക്കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവുള്ളൂ, അന്ന് ടീച്ചർ പറഞ്ഞത് ഇതിനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവരുടെ ഡെവലപ്മെന്റ്സിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ, നമ്മളത് പലരും അറിയാതെയാണ്, എഡ്യൂക്കേഷൻ സൈക്കോളജി എന്താന്ന് പോലും അറിയാത്തവരുണ്ട്. പക്ഷെ ഇതിന് ഇത്രത്തോളം അർത്ഥവത്തായിട്ടുള്ള അർത്ഥങ്ങൾ ഉണ്ടെന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഓക്കെ, യെസ്. ക്ലാസ് ബോറടിക്കുന്നുണ്ടോ? നോട്ട് മിസ്സേ, ഇല്ല ഇല്ല. യെസ്. നമുക്ക് ഈ ഒരു പാരഗ്രാഫ് കൂടി പറഞ്ഞ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുകയും വേണം, ക്ലാസ് കൊടുക്കണം, അങ്ങനെയാണ്. ഇത് ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും ഇവിടെ വരെ നിർത്തിയിട്ട് ആക്ടിവിറ്റി ചെയ്യാം കേട്ടോ. ചെയ്യാത്തവരെ ഞാനിവിടെ ചെയ്യിപ്പിച്ചില്ല, അന്ന് നിങ്ങളെ കുറിച്ച് മാത്രം സംസാരിച്ചോളൂ. അങ്ങനെയല്ല, നമ്മളിതൊരു ഇമാജിനറി ആക്ടിവിറ്റി ആണ്. നമ്മുടെ എല്ലാ സെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ വളരെ എക്സ്പ്രസീവ് ആയിട്ട് പറയാൻ ശ്രമിക്കണം. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് അതെന്താണ്? ആ സമയത്ത് നിങ്ങളിലൂടെ ഉണ്ടായ ഫീലിങ്സ് എന്താണ്? അത് എത്രത്തോളം നിങ്ങൾ ആസ്വദിച്ചു എന്നതുമായി ബന്ധപ്പെട്ടായിരിക്കണം സംസാരിക്കേണ്ടത് കേട്ടോ. ഓക്കെ, യെസ്. ഒരു 2-3 സെക്കൻഡ് സമയം തരാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചു, ആ ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്തായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരിക, അല്ലെങ്കിൽ ഞാൻ ഒരാളുടെ പേര് വിളിക്കാം. ആദ്യം ഒന്ന് ആലോചിക്കൂ. ആലോചിച്ചോ? ആലോചിച്ചു. ആരാണ് ആദ്യം പറയുന്നത്? ഞാൻ പറയാം മിസ്സേ. പേര് പറയൂ. എന്റെ പേര് അജ്ന. എനിക്ക് കാണാൻ പറ്റുന്നില്ലടോ പേര്. എന്റെ ഏറ്റവും ഹാപ്പി മൊമെന്റ് എന്തിനെ കുറിച്ച് പറഞ്ഞൂടെ മിസ്സേ? അജിനയ്ക്ക് ഉണ്ടായ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ്, അജിനെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആ ഒരു മൊമെന്റ് ഏതായിരുന്നു? ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു നിമിഷം എന്ന് പറയുന്നത് ആദ്യമായിട്ടല്ല, ഞാൻ പ്രസവിച്ച സമയത്താണ് എന്റെ കുഞ്ഞിനെ ആദ്യമായി കണ്ട മുഖം. ഞാൻ ആദ്യമായിട്ട് അവന് നെറ്റിയിൽ ഉമ്മ വെക്കുന്ന ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിച്ചത്. ഈ ലോകത്ത് ആ സമയത്ത് എന്താണ്, ഓ എന്ത് ഫീലിംഗ് ആണ് അജിനയ്ക്ക് ഉണ്ടായത് ആ സമയത്ത്? അതിന്റെ ആ നിമിഷത്തിന്റെ തൊട്ട് മുന്നേ വരെ ഞാനൊരു കുട്ടിയായിരുന്നു. അതിനുശേഷം ഞാനൊരു അമ്മയാണ്. അമ്മ എന്ന് പറയുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതും അന്ന് മുതൽ എല്ലാത്തിനും ഒരു പക്വത വന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു മോനെ ആദ്യമായിട്ട് കയ്യിൽ എടുത്ത അതുവരെ കുട്ടികളെ എടുക്കാത്ത ഞാൻ ആദ്യമായിട്ട് ഒരു ചെറിയൊരു എന്താ പറയാ ഒരു ചോര കഷ്ണത്തിന് എടുക്കുകയാണ്. ആ നിമിഷത്തിലാണ് ഞാൻ ആദ്യമായിട്ട് എടുത്തത്. അപ്പൊ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് സിസ്റ്റർമാര് നമ്മുടെ മോളെ ഇതാ നിന്റെ മോൻ എന്ന് പറഞ്ഞ് കയ്യിൽ തന്നപ്പോ ഈ ഒരു നിമിഷമാണ് എനിക്ക് ഒരിക്കലും മറക്കാത്ത, എന്റെ ജീവിതത്തിൽ ആര് ചോദിച്ചാലും ഞാൻ ഏറ്റവും ഹാപ്പി ആയ നിമിഷം. ഇതാ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. ഹായ്, ഇതാണ് ഹാപ്പി മൊമെന്റ്. പേരെന്താണ്? ഋത്തിഷ് കൃഷ്ണ. അയ്യോ, മനസ്സിലായില്ലടോ. ഋത്തിഷ് കൃഷ്ണ. എന്താണ് അജിന, ഒന്ന് പറയൂ. അവന്റെ പേര് ഋത്വിഷ് കൃഷ്ണ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ാം ക്ലാസ്സിൽ. 2ാം ക്ലാസ്സിൽ. എക്സാം ഒക്കെ കഴിഞ്ഞോ? ഇപ്പൊ വന്ന് കണ്ടു. കാണാൻ വരുന്നുണ്ട്. കുഞ്ഞ് കണ്ടിട്ടില്ലല്ലോ നമ്മളെ അമ്മ, അതാണ്. ഓക്കെ, ശരി ശരി. ഇതാണ് മിസ് എന്റെ ഏറ്റവും സന്തോഷമുള്ള നിമിഷം. ഓക്കെ, താങ്ക് യു അജിന. യെസ്, അവന് കാണാൻ വന്നിട്ട് വയ്യ,
അല്ലേ? ആ, ഈ ക്ലാസ് ഇടയ്ക്ക് ഇപ്പൊ ഞാൻ പോയി കൂട്ടിയിട്ട് വന്നതാ. അവർക്ക് ഇന്ന് ബസ് ഇല്ലായിരുന്നു, അപ്പൊ ഇന്ന് ഉച്ച വരെ സംസ്കൃതത്തിന്റെ എക്സാമാ, അപ്പൊ ആ സമയത്ത് ബസ് അതുകൊണ്ടാ. ഓക്കെ, കണ്ടതിൽ സന്തോഷം. അടുത്തത് ആരാണ്? നിങ്ങളുടെ ഹാപ്പിയസ്റ്റ് മൊമെന്റിനെ പറ്റി നിങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ, അതിനൊരു പ്രിപ്പറേഷൻ ആവശ്യമില്ല. സമീറ പറയൂ. സമീറ മിണ്ടുന്നില്ല. ലക്ഷ്മി വികാസ്, ഗീതാനു, ടീച്ചർ പേര് വിളിച്ചില്ലെങ്കിലും ഞാൻ പറയുമായിരുന്നു. ഇതുവരെ പറയാത്തവര് പറഞ്ഞോട്ടെ എന്ന് ഇഷ്ടമായിരുന്നു ഞാൻ സൈലന്റ് ആയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചേച്ചി അതുകൊണ്ട് തന്നെയായിരിക്കും. പിന്നെ ഞാൻ അതിനു മുമ്പിലെ ഞാനൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താം. ഞാൻ ഗീത അനൂപ്, ഹസ്ബൻഡ് അനൂപ് തളിവാരത്തിൽ. 2 മക്കളാണ് എനിക്ക്. ഒരാള് ഇപ്പോ 10th ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മോള് 6th, ഒരു മോനും ഒരു മോളുമാണ്. അപ്പോ ഹസ്ബൻഡ് മാനേജറായിട്ട് ഒമാനിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ അജിന പറഞ്ഞതുപോലെ ഏതൊരമ്മയുടെയും ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്നത് ആ കുട്ടി ജനിച്ചപ്പോ കാണുന്ന അത് തന്നെയാണ്. അത്ര വരെ നമ്മൾ ഒരു കൊച്ചുകുട്ടിനെ പോലെ ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മൾ ഒരു മെച്ചോർഡായ ഒരു ആളായിട്ട് മാറും. അത് എല്ലാ അമ്മമാരെ ചുരുക്കം ചിലരാൾക്ക് എനിക്ക് തോന്നുന്ന അറിയില്ല. പക്ഷെ ഓൾമോസ്റ്റ് 99% അജിന പറഞ്ഞതുപോലെ തന്നെയാണ്. അത് ഒരിത്. പിന്നെ എനിക്ക് അത് കൂടാതെ ഏറ്റവും വലിയ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആയത് ഞാൻ ഗൾഫിലേക്ക് ആദ്യമായിട്ട് പോയപ്പോഴായിരുന്നു. നമ്മളുടെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒരു ആഷ്പോഷ് ലൈഫ് എന്ന് തന്നെ പറയാം. ഒരു അതൊരു ഫസ്റ്റ് ടൈം പോയപ്പോഴുള്ള ആ ഒരു ഇത്. ഞാൻ 10 വർഷം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോ പുതിയ വീട് വെച്ചിട്ട് നാട്ടിൽ സെറ്റ് ആയതാണ്. ഓക്കെ, അതാണ് ഗീതയുടെ സന്തോഷം അല്ലെ? പജിന് പറഞ്ഞ മാതിരി തന്നെ മിസ്സേ, എനിക്കും അതന്നെ ആയിരുന്നു നല്ല ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ. എന്റെ പേര് രാധിക എന്നാണ്. എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്ത ആളിപ്പോ 6th പഠിക്കുന്നത്. അപ്പോ നമ്മൾക്ക് എന്റെ 18 വയസ്സിൽ കല്യാണം ഉറപ്പിച്ചിരുന്നു. പിന്നെ നമ്മള് അത് ഒട്ടും അതിനോട് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലായിരുന്നു അത്. അപ്പൊ നമുക്ക് കുട്ടികളായാലും 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠിപ്പ് കഴിഞ്ഞിട്ട് മതിയെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എന്തോ സാഹചര്യം കൊണ്ട് അങ്ങനെ ആയി. അപ്പൊ പ്രഗ്നന്റ് ആയി. ആ 10 മാസം എല്ലാവരും നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പ്രസവിക്കുന്ന ആ ടൈമിൽ ഉണ്ടാവുന്ന വേദനകളോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ടഫായിട്ട് തന്നെ തോന്നി ആ സമയത്ത്. പക്ഷെ ആ ഒരു കുട്ടി പ്രസവിച്ച് വീഴുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അത് അവന് എന്റെ അടുത്ത് തന്നിട്ട് എന്റെ അടുത്തോട്ട് ഇങ്ങനെ ഞാൻ കിടക്കുമ്പോ എന്റെ അടുത്ത് കൊടുന്നിരുന്ന ആ ഒരു മൊമെന്റ്, അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ്. ഒരു മണാണ് അപ്പൊ അല്ലെ, ഒരു എന്താ പറയാ, ഭയങ്കര ഒരു ഫീലാണത്. അത് ഇന്നും എന്റെ മോനെ ഞാൻ എന്റെ അടുത്ത് വന്നിട്ട് ഒരു ഉമ്മ കൊടുക്കുമ്പോ എനിക്ക് ആ ഒരു ഫീലാണ് ഇപ്പോഴും. അവന് 11 വയസ്സായി. ഇപ്പോഴും അവനെ ഞാൻ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുക്കുമ്പോ ആ മണം ഇന്നും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എപ്പോഴും എന്റെ മക്കൾ അങ്ങനെ ആണ് എന്നുള്ളതാണ്. അപ്പൊ അതിനുശേഷം പിന്നെ നമുക്ക് ആഗ്രഹിക്കാത്തത് പോലും കിട്ടിയാലും ആ ഒരു മൊമെന്റ്, ആ ഒരു സമയം വന്നപ്പോ നമുക്ക് അതിൽ ലയിച്ചു പോയി എന്നുള്ളതാണ്. അതാണ് അമ്മ എന്ന് പറയുന്ന ഒരു മാതൃത്വം. അതിനൊരു എന്താ പറയാ, വേറൊരു ഇതില്ല. അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമാണ്. ഓക്കെ, രാധികയ്ക്ക് ഏതോ ഒരു നമ്മുടെ ഫിലിം സ്റ്റാറൊക്കെ ഒരു ചായ പഴയ ആര് കേട്ടോ, ഫേസ് കട്ട് അങ്ങനെ നോക്കും. ആരുടെ എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ നിങ്ങളുടെ മുടി ഇട്ടിട്ടാണ് പോകുന്നത്. ആരുടെ പോലൊരു ചായ ഉണ്ട്. നാളെ വന്നോ. സന്തോഷല്ലേ മിസ്സേ? അങ്ങനെയൊക്കെ പറയുമ്പോ എല്ലാവർക്കും സന്തോഷല്ലേ? ആരുടെ ഒരു ചായ ഉണ്ടോ, ആരാണ് മനസ്സിലാവും. പഴയ ഒരു നടിയാണ്. മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചൊരു നടിയാണ്. ആരാണ് അടുത്തുള്ളത്? മോനാണ്. എന്താണോ സന്തോഷം? ഇത് ചെറിയ ആളത് സന്തോഷാണ്. അജിതയുടെ മോനും ഇതേപോലെ തന്നെയല്ലേ ഇരിക്കുന്നേ? നല്ല അജിതയുടെ മോൻ ഇതേപോലെ തന്നെ ഇരിക്കുന്നേ, നമ്മള് കണ്ടില്ലേ? അത് ഞാൻ ഇവിടെ മോനോട് പറഞ്ഞു, അവൻ കേൾക്കുന്നുണ്ട്. അവന് 2nd
2ാം ക്ലാസ്സിലാണ് പഠിക്കണേ. ഞാൻ പറയുന്നുണ്ട് ഇപ്പൊ നോക്കി കാണുന്നുണ്ട്. അപ്പൊ ഞാനും 2ലാണല്ലോ എന്ന് പറഞ്ഞപ്പോ. എക്സാം കഴിഞ്ഞോ മോനോ? എക്സാം തുടങ്ങിയോ? എക്സാം കഴിഞ്ഞു. എക്സാം തുടങ്ങിയോ? പരീക്ഷയൊക്കെ തുടങ്ങിയോ? തുടങ്ങിയിട്ടില്ല. ഇന്ന് അറബിയാണ്. അപ്പൊ വന്ന് പോയിട്ടില്ല. നാളെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ശരി ശരി. വലിയാള് പോയി. ഓക്കെ. ശരി. ഇനി നെക്സ്റ്റ് ആരാണ്? ഫർസാന. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് എൻ്റെ മോള് ഉണ്ടായതാണ്. ആ ഒരു നിമിഷം മറക്കാൻ പറ്റില്ല. അത് അപ്പൊ എനിക്ക് അത് നമ്മളെ കണ്ടപ്പോ തന്നെ എനിക്ക് നല്ല സന്തോഷം കൊണ്ട് കരയാറുന്നു. ഓക്കെ, അതാണ് ഏറ്റവും നല്ലൊരു മൊമെന്റ് അല്ലേ? ശരിക്കും അമ്മയായ നിമിഷം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അതെങ്ങനെ എത്രത്തോളം വാക്കുകൾ കൊണ്ട് പറയാൻ ശ്രമിച്ചാലും പറയാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആണ് അല്ലേ? യെസ്. ഓക്കെ, അടുത്ത ആരാണ്? ഐന മോൾ. ഐന പറയൂ. എനിക്ക് പോലെ തന്നെ എന്റെ കുഞ്ഞമ്മ ഉണ്ടായപ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായത്. അന്ന് രാവിലെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞ ദിവസം തന്നെ അന്ന് തന്നെ എനിക്ക് പെയിൻ വന്നു. അപ്പൊ രാവിലെ ഇവിടെ വേദനയായിട്ടാണ് പോണത്. അന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വേദന എടുത്ത് സഹിച്ച് കിടന്നു. വൈകുന്നേരമാണ് അവൾ ഉണ്ടാവുന്നത്. എന്നിട്ട് അന്നേരം കാണിച്ചു, ഉമ്മയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് രാത്രിയിലാണ് കുഞ്ഞിനെ കൊണ്ട് തരുന്നത്. ഷുഗറൊക്കെ കുറഞ്ഞു പോയിട്ട് അതിന് ഇതുകൂട്ട് ഇൻസുലിനും പിന്നെ ട്രിപ്പൊക്കെ ഇട്ട് കിടത്തിയേക്കുമായിരുന്നു. എന്നിട്ട് രാത്രി 11 മണിയൊക്കെ ആയപ്പോഴെന്ന് അന്നേരം ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ അവർക്ക് അന്നേരം ഒരു സ്മെല്ലുണ്ട്. അത് നമുക്കൊരു ഭയങ്കര ഒരു കൊതി വരുന്ന പോലത്തെ ഒരു സ്മെല്ല. അതൊക്കെ ഓർക്കുമ്പോ ഭയങ്കര സന്തോഷം. ആ സമയമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഓക്കെ ഓക്കെ ഐന. ഉഷ. യെസ് മിസ്. എനിക്ക് അതൊക്കെ കുട്ടികളുണ്ട്, 2 കുട്ടികളുണ്ട്. അതൊക്കെ തന്നെ, അതൊക്കെ സന്തോഷമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം അതിൽ കൂടുതലായത് എനിക്ക് നാഗാലാൻഡ് സ്റ്റേറ്റ് ബെസ്റ്റ് ടീച്ചർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓ വെരി ഗുഡ്. അത് മേടിക്കാൻ പോയപ്പോഴാണ് മിനിസ്റ്റേഴ്സും എല്ലാം കൂടി വന്ന് നമ്മൾക്ക് ഭയങ്കര ഒരു സ്വീകരണവും നമുക്കൊരു കുറച്ച് വാക്കുകൾ പറയാൻ തരികയും അവിടൊക്കെ കുറെയൊക്കെ ഞാൻ പേടിച്ചു. എങ്കിൽ തന്നെയും ഒത്തിരി നാഗാലാൻഡിൽ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഉള്ള ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് അറിയാവുന്നവരും ഒക്കെ ഉണ്ട്. ആ ഒരു അനുഭൂതി. ഇതൊരു സ്ലം ഏരിയ ആണ് നാഗാലാൻഡിലെ മോൺ ഡിസ്ട്രിക്ട് എന്ന് പറയും. അവിടെ ഞാൻ 10-30 വർഷമായിട്ട് ജോലി ചെയ്യായിരുന്നു. ഓ, നാഗാലാൻഡിൽ എന്തായിരുന്നു? അപ്പൊ അവിടെയായിരുന്നോ? ഹലോ, അവിടെയായിരുന്നോ ഉഷ? നാഗാലാൻഡിലായിരുന്നു ഞാൻ ജോലി ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ വീട്ടിലുണ്ട്. അന്നേരം അപ്പോഴാണ് ഞാൻ 25-30 വർഷത്തോളം അവിടെ ഭയങ്കര ബാക്ക്വേർഡ് ആയിരുന്നു അന്നേരം. ഇപ്പൊ എല്ലാം ഡെവലപ്ഡ് ആയി. അന്നേരം അവരുടെ പഠിപ്പിക്കാനും ഒത്തിരി വർഷങ്ങൾ കടന്ന് നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു. ആദ്യമൊക്കെ ഭയങ്കര ക്രിറ്റിസിസോ അതും ഇതും ഒക്കെ നമ്മളുടെ ഓരോ രീതികളും മെത്തേഡുകളും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ആദ്യം എനിക്ക് ഡിസ്ട്രിക്ട് അവാർഡ് കിട്ടി. പിന്നെ ഞാൻ സ്റ്റേറ്റ് അവാർഡിന് വേണ്ടി ട്രൈ ചെയ്തു. പിന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ബെസ്റ്റ് ടീച്ചർ. അപ്പം ഭയങ്കരമായിട്ടുള്ള അനുഭൂതി, അത് പറയണ്ടല്ലോ. 25 നമ്മൾക്ക് പണം ഒന്നുമല്ല ഉഷ, ഞങ്ങളൊന്നുമല്ല. ഇത്രയും ബെസ്റ്റ് ടീച്ചറിനായിട്ട് പഠിപ്പിക്കാൻ കിട്ടിയ അവസരം. സ്റ്റേറ്റ് ലെവലില് കിട്ടുന്നെന്ന് പറയുന്നത് 50,000 റുപ്പിയും പിന്നെ ട്രോഫി പിന്നെ വലിയൊരു സർട്ടിഫിക്കറ്റ് ഇതെല്ലാം കിട്ടിയപ്പോ അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ഇവിടെ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി ഒരു ഭയങ്കര പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് മൊത്തം ആളുകളും ഉണ്ട്. അതൊക്കെ ഭയങ്കര ഒരു ഫീലിങ്സ് ആണ്. ആ ഫോട്ടോസ് ഉണ്ടോ? കയ്യിലുണ്ടോ? ഉണ്ട്, സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്. ഫോട്ടോസ് ഒക്കെ തപ്പണം. 2014 ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മിസ്സേ. സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം.
അല്ല രാധിക അല്ല പിറ്റേ പക്ഷെ ആ പിക്സ് ഒന്ന് ഫോട്ടോസ് ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് കാണിച്ചു തരാം. എനിക്കൊരു കാണാൻ സന്തോഷമല്ലേ അത്. നോക്കട്ടെ, ഞാൻ എവിടൊക്കെ ഉണ്ടെന്ന് തപ്പണം. പഴയ ഫോണിലൊക്കെ ആയിരുന്നു. നോക്കട്ടെ, കാണുമായിരിക്കും. ഉണ്ടോ അതൊന്നും കളയരുത് കേട്ടോ. സർട്ടിഫിക്കറ്റ് ഇട്ട് തരാം. രാധിക എന്താ പറഞ്ഞേ? അല്ല ഉഷ ചേച്ചി ഒന്ന് വീഡിയോ ഓണാക്കി പറയുമോന്ന് കാണാൻ തോന്നാണ്. അയ്യോ, ഞാനൊരു പന്നത്തി ആയിട്ടിരിക്കുവോ ഇപ്പൊ. കണ്ടപ്പോ പെൻസിൽ ആൽഫ്രട്ടറി കാണിച്ച സമയത്ത് ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടോ? ഞാൻ പല പ്രാവശ്യം ഓൺ ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊരു പന്നയായിട്ടിരിക്കും. അല്ല ചെയ്തേക്കാവോ? അല്ലേ നാഗാലാൻഡിൽ അവാർഡ് വാങ്ങിച്ച പിക്ചറാണത്. നമുക്ക് ഒരുമിച്ചിട്ട് ക്ലാപ്പ് കൊടുക്കാം. സന്തോഷം. ഇത്രയും നാളെ ക്ലാസ്സിൽ കേട്ടിട്ട് പറഞ്ഞിട്ടില്ലല്ലോ ഉഷ. ഞാൻ ആരോടും അങ്ങനൊന്നും വലിയ പറയാറില്ല. ഇപ്പൊ അത്യാവശ്യം കാര്യം വന്നപ്പോ അങ്ങ് പറഞ്ഞതേ ഉള്ളു. ടീച്ചറാണെന്ന് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ടീച്ചറായിട്ട് മണ്ഡലത്തിൽ പറ്റുന്നുണ്ട്. വലിയൊരു അവാർഡൊക്കെ വാങ്ങിച്ച വ്യക്തിയാണ് നമുക്കറിയില്ലായിരുന്നു അല്ലേ നല്ല ഗീത? ടീച്ചർ അതെന്താന്ന് ടീച്ചർ അന്നെ പറയാതിരുന്നേന്ന് പറയുമ്പോ അത് ഉഷേച്ചി തന്നെ കാരണമില്ലാതെ പറയുമ്പോ അത് ഒരു സെൽഫ് പ്രൈസ് ആയിട്ട് വരും. ഒരു ആത്മപ്രശംസ പോലെയാവും. അതുകൊണ്ടാണ് അല്ലെ ഉഷേച്ചി? എനിക്ക് പുറകോട്ട് നിൽക്കാനാണ് താല്പര്യം അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അത് നല്ലതാണ്. അതുകൊണ്ടാണ് അവാർഡ് കിട്ടിയത്. അല്ല അപ്പൊ നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്ത് നന്നായി അല്ലേ? അപ്പൊ ഇങ്ങനെ ഒന്ന് പുറത്തെടുക്കാൻ പറ്റി നമുക്കത്. എനിക്ക് അങ്ങനെ ഹൈലൈറ്റ് കിട്ടുന്നത് ഇഷ്ടമല്ലെന്നുള്ളതാ. മൈൻഡ് ചെയ്യണേ ഇല്ല. മൈൻഡേ ചെയ്യണുണ്ട് അല്ലേ? മൈൻഡേ ചെയ്യണ്ട. അങ്ങനെയൊക്കെ ആവുമ്പോ നമ്മളൊരു സംതിങ് ആണ്. എനിക്കൊരു സ്റ്റുഡന്റ് ആയിട്ട് ഇതിനകത്ത് ഇരിക്കുന്ന ഏറ്റവും ഇഷ്ടം. അതാ ഞാൻ പറയാതിരുന്നത്. ഞങ്ങൾ തന്നെ അത് വിട്ടു. ഞങ്ങളൊരു കൺഗ്രാറ്റ്സും പറഞ്ഞിട്ട് പറയുന്നില്ല. ഞാൻ പൊക്കെ എന്താക്കിട്ടേനെ. അല്ല സോറി. അത് തീർന്നു. അത് കഴിഞ്ഞു. ഫോട്ടോ ഒക്കെ ഇട്ട് തരാം. ഞാൻ നോക്കട്ടെ, തപ്പട്ടെ എവിടൊക്കെയാന്ന് തന്നെ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇട്ടാ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. അതിന്റെ ഇടയിൽ ടീച്ചറോട് ഞാൻ അന്ന് കല്യാണത്തിന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ടീച്ചർ ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല. കാണിക്കാം, അടുത്ത ക്ലാസ്സിൽ കാണിക്കാം കേട്ടോ. ഓക്കെ ടീച്ചർ. കാണിക്കാൻ പറ്റില്ല, അതാണ്. ഓക്കെ ടീച്ചർ. 29 യെസ്. ഓക്കെ ടീച്ചർ, താങ്ക് യു. സൈൻ ഇൻ ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്ത് വരാം കേട്ടോ. സൈൻ ഇൻ ചെയ്യാനായിട്ട് മനസ്സിലായോ? ഞാൻ പറഞ്ഞിരുന്നു സൈൻ ആക്ഷൻ ഫോമോ സ്റ്റോറിയോ എന്ത് വേണമെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഔട്ട് എന്നോട് ചെയ്തില്ല. നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം കേട്ടോ. ചെയ്തിട്ടുണ്ട്. ഞാൻ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. എന്താ റീന പറഞ്ഞത്? ആൽഫബറ്റിക്കൽ ട്രീ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത് ഇന്ന് ക്ലാസ്. കാണിക്കുന്നുണ്ടെങ്കിൽ കാണിച്ചോളൂ. ഒരു മിനിറ്റ് മിസ്, എനിക്കും കാണിക്കാനുണ്ട്. കൊള്ളാലോ, നന്നായിട്ടുണ്ട് കേട്ടോ. യെസ്, ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു ഗുഡ് ന്യൂസും കൂടി പറയാനുണ്ട്. ഇന്ന് എനിക്ക് കുറച്ച് ഹാപ്പിയസ്റ്റ് മൊമെന്റ് മക്കൾ ജനിച്ചത് തന്നെയാണ്. മോളെന്റെ ഞങ്ങളുടെ ആനിവേഴ്സറി ദിവസം ആണ് ജനിച്ചത്. അതും ഒരു ഭയങ്കര ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് എന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയ ദിവസം. ഓ വാവ്, സൂപ്പർ. എവിടേക്കാണ്? ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്ത സ്കൂളിൽ തന്നെ അവരെനിക്ക് നഴ്സറിയിൽ ഇൻചാർജ് ആയിട്ട് തന്നു. പിന്നെ വേറൊരു ഓഫറും കൂടി ഉണ്ട്. PTA ഫോറമിലേക്ക് പേര് അവർ സജസ്റ്റ് ചെയ്തു. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മിസ്. ഓക്കെ, കാണാൻ സാധിച്ചത് സന്തോഷം. കണ്ടിട്ടില്ല ഞാൻ ഇനിയൊന്നും, കുറെ പേരൊന്നും കണ്ടിട്ടില്ല. ക്യാമറ ഓൺ ചെയ്യാറില്ല. സൈൻ ഇൻ സൈൻ ഔട്ട് ഒക്കെ നേരത്തെ ഓൺ ചെയ്യാറുണ്ടായിരുന്നു.
പിന്നെ 22 ദിവസം ഞാൻ ഇന്റേൺഷിപ്പിന് പോയപ്പോ പിന്നെ കുറെ ക്ലാസ് മിസ്സായിട്ടുണ്ട്. ഇനിയിപ്പോ അതൊക്കെ എല്ലാം കാണാനായിട്ട്. റീന, ഒന്നും തോന്നില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ. പറയൂ. ചെറുപ്പടിയൊക്കെ നമ്മുടെ ശോഭന മാമിനെ കെട്ടണ്ട കേട്ടോ. ഇപ്പോഴത്തെ ശോഭന മിസ് ചെയ്ത് കൊറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെയൊക്കെയോ ഒരു ചായ ഉണ്ട്. കണ്ണാണെന്ന് തോന്നുന്നു. അതെ, പഴയ ഫോട്ടോസ് കണ്ടാലും അങ്ങനെ തന്നെയാ പറയുന്നത് എല്ലാവരും. ഓക്കെ താങ്ക് യു മിസ്. ദാറ്റ്സ് ആൻ ഓണർ ആക്ച്വലി. ഓക്കെ ശരി. നമുക്ക് ലീവ് ചെയ്യാം. താങ്ക് യു.